രുചിയിലൂടെ ഹൃദയം കീഴടക്കാനായി ഫ്ലേവേഴ്സ് ആൻഡ് കളേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി റെസിപ്പിയാണ്, ഒരു മോരുകറി. നമുക്ക് നോക്കാം ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ: 1 കപ്പ് നല്ല കട്ട തൈര്, അതുപോലെ ഉലുവ, കടുക്, വെളുത്തുള്ളി ഒരു 10 അല്ലി തൊലിയോടുകൂടി ചതച്ചത്, അതുപോലെ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ഒരു 2 എണ്ണം, ഉപ്പ്, അതുപോലെ വത്തലുമുളക് ഇതൊരു 8 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, അതുപോലെ കറിവേപ്പില, ആവശ്യത്തിന് വെളിച്ചെണ്ണ. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ചേർക്കാം. നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഒരു ടേബിൾ സ്പൂൺ, അതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവ, അത് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നു, അതുപോലെ തന്നെ അതിനൊപ്പം നമുക്ക് പച്ചമുളക് കൂടി ആഡ് ചെയ്യാം. അതിലേക്ക് തന്നെ നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ തന്നെ വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചത് അതിലേക്ക് ആഡ് ചെയ്യുക. ശരിക്കും ഇതൊരു ഈസി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. സാധാരണ നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് ആണ് പ്രിപ്പറേഷൻ. ഇത് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും തന്നെയൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളി എല്ലാം കൂടി ഒന്ന് മൂത്ത മണമൊക്കെ വന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്കതിലേക്ക് വത്തലുമുളക് ആഡ് ചെയ്യാം. അതുപോലെ നമ്മുടെ കറിവേപ്പില, നമുക്ക് ഗ്യാസ് ലേശം കുറച്ച് ഇടാം. ഏറ്റവും സിമ്മിലേക്ക് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ തൈരൊന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കാം. ഇതിലേക്ക് നമ്മുടെ 1 കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തിളയ്ക്കാൻ പാടില്ല. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കാം. ഉപ്പ് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് കേട്ടോ. ഇതധികം പിന്നെ ചൂടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്, നല്ല ലുക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എല്ലാം തന്നെ. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ മോരുകറി ഉണ്ടാക്കുമ്പോൾ എന്താ, തേങ്ങ ചേർക്കണം, അത് ചിരണ്ടാൻ പോകണം, അത് അരയ്ക്കാൻ പോകണം, പിന്നെ ജീരകം, അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ആഡ് ചെയ്ത് നല്ലൊരു നീളത്തിലൊരു മോരുകറി ഉണ്ടാക്കും. ഇത് ശരിക്കും ഭയങ്കര ഈസിയാണ്, ആണുങ്ങൾക്കും കൂടി വേണേൽ ഉണ്ടാക്കാം. ആ പരുവത്തിലാണ്. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാം. ചോറിൻ്റെ കൂടെ ഇതൊന്നും മാത്രം മതി, വേറെ ഒരു കറിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഈസിയാണ്, സിമ്പിളുമാണ്. ജസ്റ്റ് ട്രൈ ഇറ്റ്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.